എവിടെയാ മോനെ പോണ്ടേ? സാർ അടുത്ത് തന്നെയാ, സ്വർണ്ണക്കടയുടെ അടുത്ത്. നീ എവിടെ എന്താ വിൽക്കുന്നേ? നിന്നെ കണ്ട സാധനം വാങ്ങുന്നതിനെ പോലെയല്ലോ, അതുകൊണ്ടാ ചോദിച്ചാൽ എന്താ വിൽക്കുന്നത്. അത് ഓ റിങ്ങോ? നിന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി മേടിച്ചാ? അല്ല സാർ, അത് എൻ്റെ ഫ്രണ്ട് ഒരുത്തൻ ഹോസ്പിറ്റലിൽ കിടക്കുക. അവളുടെ അച്ഛനോട് പറഞ്ഞാൽ പോരായിരുന്നു? ആക്ച്വലി അവൻ്റെ അച്ഛനും ഹോസ്പിറ്റലിൽ തന്നെയാണ്. അതിനുവേണ്ടിയാണ് നിന്റെ മോതിരം വിൽക്കാൻ പോകുന്നത്? അതെ അതെ സാർ. അതെന്താന്ന് വെച്ചാൽ അവൻ എൻ്റെ ഫ്രണ്ടാണ് സാർ, അതുകൊണ്ടാ. ഓ, അപ്പൊ നിന്റെ വീട്ടിൽ ചോദിച്ചാൽ എന്ത് പറയും? ഒരാൾക്ക് നല്ലത് ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ലല്ലോ സാർ, അതുകൊണ്ട് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നീ കൊള്ളാവല്ലോടാ. ഒരു ഫ്രണ്ടിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുവോ? നീ ഒരു കാര്യം ചെയ്യും, നിന്റെ റിങ് അവർ മേടിക്കുമല്ലോ എന്നറിയില്ല. സാർ സാർ വേണ്ട 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 സാർ. കുഴപ്പമില്ലടാ, വെച്ചോടാ. വേണ്ട, കുഴപ്പമില്ല, നിനക്ക് എന്തെങ്കിലും ആവശ്യം വരും. സാർ സാർ ഇവിടെ 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 തന്നെ. അവിടെ നിർത്ത്. ഇവിടെ നിർത്തിയാൽ മതി സാർ. ഇവിടെ നിന്ന് നീ അങ്ങനെ പോകും? എന്തായാലും നീ ഹോസ്പിറ്റലിൽ പോയി ആ ജോലി നോക്ക് കേട്ടോ. ഞാൻ നോക്കിക്കോളാം സാർ. താങ്ക് യു സാർ. പോകാം. The number you're trying to reach is currently switched off. Leave a voice currently switched off or not reachable. If you leave a voice SMS at just 7. അതെ, നിങ്ങൾ ടെൻഷൻ ആവില്ലേ? ആദ്യം ഇരിക്കി. ഇതൊന്ന് നോക്കിയേ സാറേ. ആരുടെ ഫോട്ടോ ചെയ്ത്? എന്റെ മോനാണ് സാറേ. ഈ ഫോട്ടോ നിങ്ങളുടെ ഫോണിലേക്ക് ആരാ അയച്ചത്? എന്റെ മരുമകളുടെ ഫോണിൽ നിന്ന് വന്നതാ. നിങ്ങളുടെ മോനും മരുമകൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവര് തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ശരി, വരൂ. കാർത്തി സാർ. കഥക് തകർത്തേക്കാം. യെസ് സാർ. കോൺസ്റ്റബിൾ ലൈറ്റ് ഓൺ ചെയ്യൂ. ഈ ഫോണിൽ നിന്നാണ് നിങ്ങളുടെ ഫോണിലേക്ക് ഫോട്ടോസ് വന്നത്. കാർത്തിക് സാർ. ക്ലോസ് ടീമിന് ഫോൺ ചെയ്ത് ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യാൻ പറ. ഓക്കെ സാർ. സാർ, ജ്യോതി കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ ഫോണും ഗണ്ണും ഇവിടെ വിട്ടിട്ട് പോകാൻ സാധ്യതയുണ്ടോ? നമ്മളങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി നമ്മളെ മിസ്ഗൈഡ് ചെയ്യാൻ നോക്കിയതാണെങ്കിലോ? യെസ് സാർ. ഒരുപാട് പേര് തെറ്റ് ചെയ്തിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലിടയിലാണ് നമ്മുടെ കയ്യിൽ പെടുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വളരെ ഇന്റലിജന്റ് പ്ലാനിങ് ആണ്. അതെ സാർ. ഇത് ചെയ്തത് ആരാണെങ്കിലും എന്റെ മകന്റെ ജീവൻ പോയില്ലേ സാറ്? അവരെ എങ്ങനെയെങ്കിലും പിടിക്കണം സാറ്. ഞാൻ തൊഴുത് പറയുക. ഉറപ്പായിട്ടും പിടിക്കാം. വരൂ. കാർത്തിക്, ആ സ്ത്രീ എവിടെയാണെങ്കിലും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം.
ചായ കാപ്പി വല്ലതും വേണോ? ഞാൻ കുടിക്കാറില്ല സാർ. ആ ഡെഡ് ബോഡി ഇപ്പോൾ എവിടെയാ? ഒന്ന് വേഗം പറ കൊച്ച്. സാർ, എൻ്റെ ഭർത്താവ് വളരെ നല്ലവനാണ്. നീ കൊന്നില്ലെങ്കിൽ പിന്നെ പൂട്ടിക്കിടന്ന് നിന്റെ വീട്ടിലെങ്ങനെയാ എണ്ണുണ്ടാവണേ? നിന്റെ ഫോണിൽ നിന്ന് ആരാ ഫോട്ടോസ് അയക്കുക? പറയ്. സ്നേഹമുള്ള എൻ്റെ ഭർത്താവിന് സ്നേഹം പല വിധത്തിലാണുള്ളത്. അങ്ങനെയുള്ളൊരു സ്നേഹത്തെ കൊന്നു തള്ളിയിട്ട് അതിനുശേഷവും നമ്മുടെ കല്യാണം നടത്തിയ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം എനിക്കറിയാം. സ്നേഹിച്ച ആളെ വഞ്ചിക്കാൻ കഴിയാതെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് താങ്കളെ ദ്രോഹിക്കാനും കഴിയില്ല. ഇതിനിടയിൽ ഞാൻ കിടന്ന് അനുഭവിക്കുന്നത് കുറച്ചൊന്നുമല്ല. തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് വേറെ വഴിയില്ലാതാ ഞാൻ ഇവിടുന്ന് പോകുന്നത്. എന്നെ സ്വന്തം ജ്യോതി. ഞാൻ ലെറ്റർ എഴുതി അവിടെ വെക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫോൺ ഞാൻ അന്വേഷിക്കുകയായിരുന്നു സാർ. പക്ഷെ എനിക്ക് ഫോൺ കിട്ടിയില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ അവിടെ ചാർജിലിട്ടിട്ടുണ്ടായിരുന്നു സാർ. ജ്യോതി പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്നറിയണമെങ്കിൽ ഇവരുടെ അമ്മായച്ചൻ്റെ ഫോണിലേക്ക് ഫോട്ടോ വന്ന സമയത്ത് ജ്യോതിയുടെ ഫോൺ ഏത് GPS ട്രാക്കിലാണെന്ന് അറിയാൻ കഴിഞ്ഞെങ്കിൽ കണ്ടുപിടിക്കാമായിരുന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ വിശ്വനാഥൻ്റെ വീട്ടിൽ പോയപ്പോൾ വിശ്വനാഥൻ്റെ ഫോണിന് പകരം ജ്യോതിയുടെ ഫോണാണ് കിട്ടിയതല്ലേ? അതെ സർ. പക്ഷേ സർ, ജ്യോതിയുടെ ഫോണിലും പിന്നെ പൂട്ടിലും ഉണ്ടായിരുന്ന ഫിംഗർ പ്രിൻറ്റ്സ് ജ്യോതിയുടേത് തന്നെയാണ് സർ. ഗണ്ണിലോ? ഗണ്ണിൽ ഫിംഗർ പ്രിൻറ്റ്സ് ഇല്ല സർ. പക്ഷേ ഗണ്ണിലും പൂട്ടിലും ഉണ്ടായിരുന്ന ബ്ലഡ് മാർക്സ് ഒരാളുടെ തന്നെയാണ് സർ. ആ ബ്ലഡ് മാർക്ക് ആരുടെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ വിശ്വനാഥൻ്റെ ഡെഡ് ബോഡി കിട്ടണം അല്ലേ? അതെ സർ. ജ്യോതിയാണോ കൊന്നത് അല്ലയോ എന്നറിയണമെങ്കിൽ ജ്യോതിയുടെ ഫോൺ GPS ട്രാക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ലെറ്റ്സ് ഡു ദാറ്റ് വിഷു. Yes, sir. ക്യാരി ഓൺ.